إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസി വിശ്വാസികൾ, സർവശക്തനും സർവാധിപനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും അവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ക്രമീകരിച്ചുകൊണ്ടും ഈ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഏറെ ഗൗരവത്തോടും അതിലേറെ പ്രാധാന്യത്തോടും ഈ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ അവനേറെ ഇഷ്ടപ്പെടുന്ന ദിവസത്തിലും സമയത്തിലും സാഹചര്യത്തിലും ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലക്കു തന്നെ അവന്റെ ദീനിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും മരണം ജീവിതത്തിന്റെ ഏത് വഴികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും നമ്മളിലേക്ക് എടുക്കുമ്പോൾ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ചു വരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദുകളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട് അഥവാ നമ്മുടെ കേരളം ഇന്നും ഇന്നലെയുമായും ഒക്കെ
ആഘോഷ ലഹരിയുടെ തിമിർപ്പിലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പല പേരുകളിലും പല രൂപത്തിലും ആ ആഘോഷങ്ങളെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ ഉത്സവമായും മറ്റു പല പേരുകളിലും ആഘോഷങ്ങൾ അറിയപ്പെടുകയും അത് എല്ലാവരുടെയും ഉത്സവമാണ്, മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ അതിനെ പരിചയപ്പെടുത്തി മുസ്ലിങ്ങളും അല്ലാത്തവരും എല്ലാ മതവിഭാഗക്കാരും ആ ആഘോഷങ്ങളിൽ ഇന്ന് പങ്കുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം അതൊരു മതത്തിന്റെ ആഘോഷമാണ് എന്നുള്ളതും ആ ആഘോഷം ഏതു മതവും ഏതു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് എന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അതോടൊപ്പം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞ് ആ ജന്മദിനത്തിൽ ഒരു വിശ്വാസി പ്രവാചകനോടുള്ള സ്നേഹം അത് പ്രകടമാക്കേണ്ട, അത് ജീവിതത്തിൽ നിലനിർത്തേണ്ട ദിവസങ്ങളും സമയങ്ങളുമാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ബിദ്അത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങൾ അതിൻ്റെതായ നിലക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ആർപ്പും വിളികളും നാടൊട്ടാകെ പരന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലും ആകസ്മിക മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഓരോ ദിവസവും മരണവാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞൊരു ദിവസം നമ്മൾ കേൾക്കാനിടയുണ്ടായ ഒരു മരണവാർത്ത ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെ എന്റെ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും മൊബൈലിലേക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ PA എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അതും ഒരു മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യൻ, ആഘോഷത്തിന്റെ വേളയിൽ ആർത്തു ഉല്ലസിച്ച് തന്റെ സന്തോഷം നൃത്തത്തിലൂടെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മരണപ്പെടുന്ന വല്ലാത്തൊരവസ്ഥ നമ്മൾ കണ്ടു. ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിച്ച് പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ട ഒരു ഹദീസിന്റെ വാചകമാണ് എന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നമൽ അഅ്മാലു ബിഅഖവാതിഹി. ഏതൊരു മനുഷ്യന്റെയും കർമ്മങ്ങൾ അത് തീർച്ചയായും പരിഗണിക്കപ്പെടുന്നത് അവന്റെ അവസാനം നോക്കിയിട്ടാണ്, അവസാനത്തെ കർമ്മങ്ങൾ പരിഗണിച്ചിട്ടാണ് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെടുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഫല്ലദീ നഫ്സീ ബിയദിഹി. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ തീർച്ചയായും അവൻ തന്നെയാണ് സത്യം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അഹദകും ലിയഅമലു ബിഅമലി അഹ്ലിൽ ജന്നതി ഹത്താ മാ യകൂന ബൈനഹു വബൈനഹാ. നിങ്ങളിൽ ഒരുത്തൻ സ്വർഗാവകാശിയായുടെ പ്രവർത്തനങ്ങളിലായിരിക്കും, സ്വർഗത്തിന്റെ അവകാശികളുടെ പ്രവർത്തനങ്ങളിലായിരിക്കും. എന്നാൽ അവന് സ്വർഗത്തിലേക്ക് ഒരു മുഴം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് അവന്റെ രേഖ അവനെ മുൻകെടുക്കും.
എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു ഹത്താ മാ യകൂന ബൈന വബൈനഹാ ഇല്ലാ ദിറാഉം ഫയസ്ബിഖ അലൈഹൽ ഖിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ. ആ സമയം അവനുണ്ടല്ലോ, അവൻ നരകത്തിന്റെ അവകാശിയുടെ പ്രവർത്തനം പ്രവർത്തിച്ച് അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളായി കൊണ്ടു മാറുമെന്നുള്ളത്. നേരെ തിരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, വഅന്ന അഹദകും ലിയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഉൻ ഫയസ്ബിഖു അലൈഹിൽ ഖിതാബു ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്നതി ഫയദ്ഖുലുഹാ. എന്താ റസൂലുള്ളാഹി പറയുന്നത്? തീർച്ചയായും നിങ്ങളിൽ ഒരുത്തൻ നരകത്തിന്റെ അവകാശികളുടെ പ്രവർത്തനങ്ങളിലായിരിക്കും. അവൻ നരകത്തിലേക്ക് ഒരു മുഴം മാത്രം ബാക്കി നിൽക്കെ അവന്റെ രേഖ അവനെ മുൻകടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം അങ്ങനെ അവൻ സ്വർഗത്തിന്റെ അവകാശിയുടെ പ്രവർത്തനം പ്രവർത്തിച്ച് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളത്. മനുഷ്യരുടെ കർമ്മങ്ങളിൽ അവന്റെ അവസാനത്തെ കർമ്മത്തിന് അള്ളാഹുവിന്റെ പരലോകത്ത് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കർമ്മങ്ങൾ എപ്പോഴും നന്മ നിറഞ്ഞത് മാത്രമായിരിക്കണം, നല്ല കർമ്മങ്ങളിലൂടെ മാത്രമായിരിക്കണം അവൻ മുന്നോട്ട് പോവേണ്ടത്. അതല്ലാതെ തിന്മകൾ നിറഞ്ഞ് ശിർക്കൻ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവന്റെ വിശ്വാസത്തെയും അവന്റെ കർമ്മങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് അവന്റെ അവസാന ഭാഗമാകുന്നതെങ്കിൽ അത് പരലോകം അവന് പരാജയമായി മാറും എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ചരിത്രം നമുക്കറിയാം. ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധങ്ങളേറെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഇസ്ലാമിനു വേണ്ടി വീരും വാശിയോടുകൂടെയും ശത്രുക്കളോട് പോരാടുകയും ചെയ്ത് ആ യുദ്ധം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ആ യുദ്ധത്തിൽ തനിക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവസാനിക്കവയ്യാതെ ആ മനുഷ്യൻ മുറിവുകൾ ഉണങ്ങാതെ അയാൾ ആ വേദന സഹിക്കവഴിയാതെ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഒരാൾക്ക് മരണം ഒരാൾക്ക് നരകം കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ അത് അവസാനം നന്മയായി മാറിയെങ്കിൽ മാത്രമാണ് അവന്റെ പരലോകം വിജയകരമായി മാറുന്നത് എന്നത് വളരെ ഗൗരവമായി തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വമൻ യർതദ മിൻകും മിൻ ദീനിഹി ഫയമത് വഹുവ കാഫിറുൻ ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയാ വൽ ആഖിറ വഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. എന്താ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ മതത്തിൽ നിന്ന് വിട്ടുപിരിയുകയും അതേ പ്രകാരം അങ്ങനെ അവൻ അവിശ്വാസിയായി കൊണ്ടിരിക്കുകയും അങ്ങനെ തന്നെ അയാൾ മരണപ്പെടുകയും ചെയ്യുന്ന പക്ഷം, ഒരാൾ മതത്തിൽ നിന്ന് വിട്ടുമാറി അവൻ മതത്തിന്റെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാതെ അതിന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളാതെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലും അതേപോലെ തന്നെ ആദർശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആളായിക്കൊണ്ട് മാറി അങ്ങനെയായിക്കൊണ്ട് അയാൾ മരണപ്പെടുകയും ചെയ്യുന്ന പക്ഷം, അപ്പോൾ അക്കൂട്ടർ ഇഹലോകത്തും അതേപോലെ തന്നെ പരലോകത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അക്കൂട്ടർ നരകത്തിന്റെ ആളുടെ കൂട്ടത്തിലാകുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫീഹാ ഖാലിദൂൻ. അവർ ആ നരകത്തിലുണ്ടല്ലോ, ആ ആളുകൾ ഉണ്ടല്ലോ, അവർ നിത്യവാസികളായിരിക്കും അവർ ആ നരകത്തിൽ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അഥവാ നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം അത് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ നിന്ന് തെന്നി മാറി ആദർശത്തിനും വിശ്വാസത്തിനും കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ഏതൊരു മുസൽമാന്റെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ പരലോകം അത്
തന്നെയാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നേരെ മറിച്ച് ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ അവന് പ്രതീക്ഷയാണ് വേണ്ടത്. അവന്റെ മരണാവസ്ഥയെ കുറിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ അവസ്ഥകളായിരിക്കണം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ ഇത്തരം അവസ്ഥയെ പേടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പേടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇത്തരം അവസ്ഥകളിലേക്ക് പോയിക്കൊണ്ട് തന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, പരാജയപ്പെടുത്തി കളയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളാവാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്താ, ഏതൊരു മനുഷ്യന്റെയും അവസാനത്തെ കലാമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാവണമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ച് റസൂൽ പറയുന്നു, ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു, അയാൾ സ്വർഗ്ഗത്തിലാണ് എന്നുള്ളത്. വിശ്വാസം നന്നായതുകൊണ്ട് കാരണമില്ല, വിശ്വാസം ഒരാൾ മുസ്ലിം ആയതുകൊണ്ട് അയാൾ സ്വർഗത്തിലാവണമെന്നില്ല. അയാളുടെ വിശ്വാസവും അയാളുടെ പ്രവർത്തനങ്ങളും അത് നേരെയാവണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പേര് മുഹമ്മദ് കുട്ടി, അഹമ്മദ് കുട്ടി, അതേപോലെ മുസ്ലിം നാമധാരികളായ ആളുകളുടെ പേരായതുകൊണ്ട് ഒരിക്കലും അയാൾ സ്വർഗത്തിലാവണമെന്നില്ല. മറിച്ച് അയാളുടെ വിശ്വാസം, അയാളുടെ കർമ്മങ്ങൾ അതൊരു അവിശ്വാസിയുടെ പ്രവർത്തനമായി മാറുകയാണെങ്കിൽ, കർമ്മങ്ങളായി കൊണ്ട് മാറുകയാണെങ്കിൽ അവർ പരാജയപ്പെടുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഭയപ്പെടണം ഒരു വിശ്വാസി. തന്റെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ കടന്നു വരുമോ എന്നുള്ളത് വളരെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി തന്റെ ജീവിതവുമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് കരയുന്നത് കാണുകയുണ്ടായി. തന്റെ കുടുംബക്കാർ താൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണോ കരയുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോ, അതല്ല, നേരത്തെ മോശപരമായ പ്രസ്ഥാനത്തിലൂടെയാണ് കഴിഞ്ഞുകൂടിയത്, ആ ആലോചിച്ചിട്ട് ഞാൻ ചെയ്തു പോയ കർമ്മങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയ വിദ്യകളെ കുറിച്ചുകൊണ്ട് അങ്ങനെയാണ് എന്റെ മനസ്സിൽ വേദനകൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്നത് മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവും അവന്റെ ആദർശവും ഏതെങ്കിലും ചില ഭൗതിക സന്തോഷങ്ങൾക്ക് വേണ്ടി, ആനന്ദങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ടതല്ല. വിശ്വാസികളുടെ ആഘോഷമുണ്ട്, വിശ്വാസികൾക്ക് ആനന്ദിക്കുവാൻ പറഞ്ഞ സമയങ്ങളുണ്ട്, വിശ്വാസികൾക്ക് സന്തോഷിക്കുവാൻ പറഞ്ഞ ദിവസങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. ആ ദിവസങ്ങളിൽ മാത്രം സന്തോഷിക്കുന്ന അവസ്ഥയുണ്ടാവുക. അതല്ലാതെ ദുനിയാവിലെ സുഖങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ദുനിയാവിലെ സൗഹൃദങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടി മതസൗഹാർദ്ദം എന്നുള്ളതിന്റെ പേരിൽ മറ്റു പലരുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും അതേപോലെ ഇത്തരം സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും ജീവിച്ച് സമയം കളയേണ്ടവരല്ല വിശ്വാസി എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, സൽക്കർമ്മങ്ങളിൽ സദാസമയം മുഴുകിക്കൊണ്ടിരിക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി. ഏതു സമയവും തന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരുമെന്ന ഓർമ്മയോടുകൂടെ, ആ പേടിയോടുകൂടെ സൽക്രമങ്ങൾ പതിവായി നിലനിർത്തുന്നവനായിരിക്കണം ഒരു മുസൽമാൻ എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. അത്തരത്തിൽ വിശ്വാസിയുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു കർമ്മമാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത്, അല്ലേ? ആ നമസ്കാരം ഒരു തുള്ളി പോലും ജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കർമ്മമാണ്. നോക്കൂ നിങ്ങള്, ഒരു മനുഷ്യൻ അസുഖം വരികയാണ്, ആ മനുഷ്യന് നമസ്കരിക്കുവാൻ ഓർമ്മപ്പെടുത്തേണ്ടത് അവന്റെ കുടുംബക്കാരുടെ ബാധ്യതയായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. അവന് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു.
ഇരുന്നു കൊണ്ട് നമസ്കരിക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യന് കിടന്നുകൊണ്ട് നമസ്കരിക്കുവാനും കിടന്നുകൊണ്ട് പോലും നമസ്കരിക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യന് അവന് കണ്ണുകൾ കൊണ്ട് മനസ്സിലെങ്കിലും നമസ്കരിക്കുവാൻ വേണ്ടി ഇസ്ലാം കൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ ആ മതത്തിന്റെ ആ കർമ്മങ്ങളുടെ മൂല്യം എത്രമാത്രമുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. അത്രമാത്രം ഗൗരവത്തോടെ പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങളുടെ സമയത്ത് പോലും ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലുമായി മുസ്ലിം ഉമ്മത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയ ചിന്തയായി നമുക്ക് മാറേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണെന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലാത്തു അവ്വലു വഖ്തിഹാ, നമസ്കാരം അതിന്റെ ആദ്യത്തിൽ നിർവഹിക്കുക എന്നതാണ് കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്നുള്ളത്. മുസൽമാന്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട, പരലോകത്ത് നാളെ മണ്ണിനോട് ചേർന്ന് പരലോകത്ത് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന സമയത്ത് അല്ലാഹ് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം നിന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെടുമ്പോൾ ആ നമസ്കാരത്തെ മറന്നുപോലും ആ നമസ്കാരത്തിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യങ്ങൾ നൽകാതെ മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങൾക്കും അതേപോലെ തന്നെ വിദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ നേതൃത്വം നൽകുന്നവരായി നമ്മൾ മാറുന്നുവെങ്കിൽ എത്ര പരാജിതരാണ് നമ്മൾ എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ മാറണം, വിശ്വാസികൾ മാറണം. അവർ അവരുടെ ആദർശത്തിലേക്ക് തിരിഞ്ഞു മടങ്ങണം. മുസ്ലിങ്ങൾ അവരുടെ ആദർശത്തിലേക്ക് തിരിഞ്ഞു മടങ്ങണം. നാട്ടുകാരെന്തു പറയുന്നോ അതല്ല, തന്റെ കൂട്ടുകാർ എങ്ങനെ വിളിക്കുന്നുവോ അതല്ല മുസ്ലിം നോക്കേണ്ടത്. അവന്റെ ആദർശം ഏതാണോ ആ ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എത്ര കർമ്മങ്ങൾ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടു. ആ പ്രാർത്ഥനകൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. നല്ല മരണം കൈവരിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എഴുതുകയാണ് കൃത്യമായി. പ്രഭാതത്തിലും പ്രദോഷത്തിലും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട എത്രയെത്ര പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലും നിർവഹിക്കപ്പെടാതെ നമ്മുടെ കർമ്മങ്ങളോട് തന്നെ കൃത്യത പാലിക്കാതെ അത് കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരാതെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലും അതേപോലെ തന്നെ ആനന്ദങ്ങളിലും നമ്മൾ വലിയ സന്തോഷം കാണുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ മരണപ്പെടുന്ന അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം കലിമത്തു ഷഹാദ ഉച്ചരിക്കുന്നവരായി മരണപ്പെടുവാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല മുസ്ലിം ഏതു സമയവും പാപമോചനം തേടുന്നവനായിരിക്കണം. തന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച പാപങ്ങളോട് അത് റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ നടത്തുന്നവനായിരിക്കണം. സദാസമയം പാപമോചനം നടത്തി തന്റെ ജീവിതം ശുദ്ധീകരിക്കുന്നവനായി കൊണ്ടുമാറണം. അത്തരത്തിലുള്ള വിശ്വാസികൾക്ക് മാത്രമാണ് നല്ല മരണം കൈവരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ എന്നതൊക്കെ വളരെ കൃത്യമായി കൊണ്ട് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ അറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. ഒരിക്കൽ അള്ളാഹുവിന്റെ
റസൂൽ അന്തിയുറങ്ങുന്ന മദീനയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയുണ്ടായി. ആ സമയം മദീനയിലുള്ള മുഴുവൻ സ്വഹാബികളും മുഴുവൻ മനുഷ്യരും നിശബ്ദതയോടുകൂടെ നിൽക്കുന്നൊരു സാഹചര്യം. അയാൾ വന്നു. മദീന നിശബ്ദതയാണ്. മദീനയിലുള്ള ഒരാളുടെ മുഖത്തും ഒരു സന്തോഷവും കാണുന്നില്ല. ഒരു വീട്ടിലും അടുപ്പ് പോലും, ഒരു വിളക്ക് പോലും തെളിയാത്ത സാഹചര്യം കണ്ട് ആ മനുഷ്യൻ ആളുകളോട് ചോദിച്ചു, എന്തേ ഇന്നത്തെ ദിവസം മദീന ഇത്ര ദുഃഖിക്കുവാൻ കാരണം? ആ സമയം ആ മനുഷ്യനോട് ഒരാൾ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ പ്രവാചകൻ മരണപ്പെട്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ഒരു ദിവസം മദീനയിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കുട്ടിയെപ്പോലെ തന്റെ കരച്ചിൽ പിടിച്ചടക്കുവാൻ കഴിയാതെ മദീനയിൽ തെരുവോരങ്ങളിൽ പാഞ്ഞു നടക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒരു ഭ്രാന്തനെ പോലെ എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി, പ്രിയ മകൾ ഫാത്തിമ ബീബി റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹ, അവൾ കരഞ്ഞുകൊണ്ട് തളർന്നു വീണിരിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ അദ്ദേഹവും ഭ്രാന്തനെ പോലെ ഓടി നടക്കുന്നു. ഇതായിരുന്നു റബീഉൽ അവ്വൽ 12 എന്ന ഒരു ദിവസത്തെ കേരളത്തെ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞ് ആഘോഷമാക്കിയും ആർഭാടമാക്കിയും ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മദീന കരഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ അത് ആഘോഷിക്കുമ്പോൾ അതിന്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെ മറന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് കൃത്യമായി രേഖപ്പെടുത്താത്ത ഒരു വിഷയത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾക്ക് അത്തരം വിശ്വാസികളുടെ മനസ്സിലുള്ള സ്ഥാനമാനങ്ങൾ എത്രമാത്രമായിരിക്കും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ വിശ്വാസിയുടെ മനസ്സിൽ ഈ ദിവസം സങ്കടവും അതേപോലെ തന്നെ ദുഃഖത്തിന്റെയും ദിവസങ്ങളായി കൊണ്ടാണ് മാറേണ്ടത്. കാരണം മദീനയുടെ പ്രകാശം അത് അണഞ്ഞ ദിവസമാണ്. മുസ്ലിങ്ങളുടെ സന്തോഷം അത് അവസാനിച്ച ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ബിദ്അഇയായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, പൂർണ്ണമായിട്ടും വിട്ടുനിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് ആ വെറുപ്പ്, ആ വിദ്വേഷം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയാത്ത, പഠിപ്പിക്കാത്ത, ഇസ്ലാമിൽ എവിടെയും ഒരു തെളിവ് പോലും ഇല്ലാത്ത ഒരു വിഷയം അത് വലിയ ആഘോഷങ്ങളാക്കി, അത് ബലിപെരുന്നാളിനെയും ചെറുപെരുന്നാളിനേക്കാളും വലിയ ആഘോഷങ്ങളാക്കുവാൻ ആഹാരം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാം എത്രമാത്രം ആളുകളുടെ മനസ്സിൽ അതിന്റെ ആദർശം ശോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യഥാർത്ഥമായ ആദർശം മുറുകെ പിടിച്ച്, യഥാർത്ഥമായ വിശ്വാസം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല മുത്തഖീങ്ങളായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലത് മാത്രം പറയാൻ, നല്ലത് മാത്രം ചിന്തിക്കുവാൻ, നല്ലത് മാത്രം മനസ്സിലാക്കുവാനുമുള്ള കഴിവും പ്രാപ്തിയും നൽകി അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ നാഥ,
അറിഞ്ഞും അറിയാതെയും ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ പല തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അതെല്ലാം നിന്നിലേക്ക് പറഞ്ഞ് തൗബ നടത്തുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ മുവഹ്ഹിദുകളിൽ ഞങ്ങളുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മാരാരോഗങ്ങൾ കൊണ്ട് വർഷങ്ങളോളം മാസങ്ങളോളം വേദനകൾ സഹിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന പല സഹോദരീ സഹോദരന്മാരുണ്ട്. പ്രാർത്ഥനയ്ക്ക് വസിയത്ത് നൽകിയിട്ട് അല്ലാഹുവേ, അവരുടെ വേദനകൾ ക്ഷമിക്കുവാനും അതിലൂടെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അവർക്ക് നീ ആ രോഗം ഒരു വലിയ കാരണമാക്കി കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, അത്തരത്തിൽ സാമ്പത്തികവും ആരോഗ്യവും നഷ്ടപ്പെടുന്ന വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, കടങ്ങളുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മാരകമായ അസുഖങ്ങളുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത്തരം ആളുകൾക്ക്, കടങ്ങളുള്ള ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടങ്ങൾ വീട്ടി അവരുടെ ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കി കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുവൃത്താദികൾ, കുടുംബക്കാർ, അയൽവാസികൾ, പണ്ഡിതന്മാർ, അവരുടെ എല്ലാവരുടെയും ഖബറുടം നീ വിശാലമാക്കി കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അല്ലാഹുമ്മ അഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. امين امين ورحمتك يا ارحم الراحمين.